ഭവശ്രേണിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും മുക്തിക്കായി സ്വയം സമർപ്പിക്കുന്നവൻ, സത്യത്തിൻ്റെയും കരുണയുടെയും മാർഗത്തിൽ മുന്നേറുന്നവൻ, ലോകത്തിലെ ദുഃഖങ്ങളകറ്റാൻ പ്രയത്നിക്കുന്നവൻ, എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉദയത്തിനായി പ്രവർത്തിക്കുന്നവൻ, ദ ഹ്യൂമൻ ഗോഡ്, ബോധിസത്വ. ഓട്ടം മതിയാക്കിയാലോ? ഞാൻ അടുത്ത് ഓട്ടം തുടങ്ങിയപ്പോലെ ശ്രദ്ധിക്കണേ. ഒരു ക്ഷീണം എന്നെ പറ്റി. ഇന്നലെ ഉറങ്ങിയില്ലേ? നീക്ക് ഇപ്പോഴേ മടുത്തോ? എന്റെയൊക്കെ പ്രായമാകുമ്പോ ഫീൽഡ് ഔട്ട് ആവൂലോ. ഇന്നലെ രാത്രി 11 മണിക്ക് ഒരു സിനിമയ്ക്ക് പോയി കയറുന്നട്ടെ. ഏത് പടത്തിനാടാ പോയേ? ഒരു ഇംഗ്ലീഷ് പടാ, പേര് ഞാൻ മറന്നുപോയി. ചുമ്മാ തള്ളല്ലേ. അല്ലെന്നേ, ഉള്ളതാ. എന്നാ അവിടെ ഇരുന്നാലോ? നീ മടുത്തല്ലേ, വായിരിക്കാം. മനുഷ്യ, നമ്മുടെ ഷോർട്ട് ഫിലിം എന്തായി? എനിക്ക് ഡേറ്റ് ഒന്നും ഉണ്ടാവില്ലോ. ഇനി ഞാൻ ബിസി ആയി പോകും. ചെയ്യണോടാ, കഥയൊന്നും സെറ്റായിട്ടില്ല. ഒരുപാട് കേട്ടുണ്ട്. എന്നാ ഞാനൊരു കഥ പറയട്ടെ, എന്നെ അഭിനയിപ്പിക്കോ? നീ പറയണ മോനെ, നമുക്ക് സെറ്റാക്കാം. നിന്നെ നായകനാ. അപ്പൊ ഞാനോ? കഴിഞ്ഞ പടത്തിൽ നായകനാക്കിയില്ലേ, പോരെ? ബസ്റ്റ് ഒരു വട്ടക്കോലം പറഞ്ഞിട്ട് ഒരു കണ്ണടയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ട് അന്ധനാന്ന് പറഞ്ഞു. അതാണ് നായകൻ. അത് ആദ്യം ആയോണ്ടല്ലടാ. ഈ ഡ്രൈവിംഗ് ഒക്കെ നമ്മൾ വല്ല അറിഞ്ഞിട്ടാണോ പഠിക്കണത്? നമുക്ക് അതിനൊരു ആഗ്രഹമുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആ പാഷന് വേണ്ടിയിട്ട് എന്നും പ്രയത്നിക്കും. അതേപോലെ തന്നെയാണ് ഇതും. പറയണ മോനെ. ഫുട്ബോൾ കളിയാണ് ടർഫിൽ. ബസ്റ്റ് കഴിഞ്ഞില്ലേ ക്രിക്കറ്റ്, ഇതിൽ ഫുട്ബോൾ. കൊള്ളാം. നീ പറയണ മോനെ. ഈ കഥ തുടങ്ങുന്നത് ഒരു ടൂർണമെന്റിന്റെ ഫൈനൽ മാച്ചിൽ നിന്നാണ്. കൊമ്പന്മാർ കൊമ്പുകോർത്ത ഈ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിന് കൊമ്പുകോർക്കുവാനിറങ്ങുന്ന 2 കൊമ്പന്മാർ, ഫീനിക്സ് FC മറ്റക്കുഴിയും മാസ്ട്രോ FC വെണ്ണിക്കുളവും. ഇരു ടീമുകളെയും ഗ്രൗണ്ടിന്റെ സെന്ററിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ടീമുകളെ അഭിവാദ്യം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന മുൻ കേരള പ്ലെയർ ഫ്രെഡറിക് പെരേരയെയും ഗ്രൗണ്ടിന്റെ സെന്ററിലേക്ക് സാദരം ക്ഷണിക്കുന്നു. എടാ മക്കളെ, കപ്പടിക്കണോട്ടോ. ഈ കളി ജയിക്കാൻ വേണ്ടി കളിക്കണ കളിയാണ്, എല്ലാവർക്കും അറിയാലോ. അവന് വേണ്ടി കളിക്കുന്ന എല്ലാ കളിയും ജയിക്കാനുള്ളതാണ്, തോറ്റു മടങ്ങില്ല. ആർക്ക് വേണ്ടിയാണോ കളിക്കണേ? അത് ശരി, അപ്പൊ കഥ പറയാൻ സമ്മതിക്കില്ലേ? ഓക്കെ, എന്നാ പറഞ്ഞോ. കളി തുടങ്ങി. എങ്ങും ആരോ, ലക്ഷ്യം ഒന്ന് മാത്രം. ഈ ടൂർണമെന്റിന്റെ 1ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 10,001 രൂപയും എവറോളിംഗ് ട്രോഫിയും ലഭിക്കുന്നു. 2ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 6,001 രൂപയും എവറോളിംഗ് ട്രോഫിയും ലഭിക്കുന്നു. തീപാറുന്ന കലാശ പോരാട്ടത്തിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ച് അക്ഷമരായി കാത്തു നിൽക്കുന്ന ഈ ജനസമൂഹത്തെ ഈ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. വളരെ ആവേശകരമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ഈ മത്സരം നിർണായകമായ അവസാന നിമിഷത്തിലേക്ക് നീങ്ങുന്നു.
നൈലോൺ വലകൾക്ക് മുമ്പിൽ ഉരുക്കു കോട്ട തീർക്കുന്ന രണ്ട് കാളക്കൂറ്റന്മാരെ പോലെ രണ്ടു ടീമിന്റെയും ഗോൾ കീപ്പർമാർ തെല്ലൊന്ന് കുലുങ്ങാതെ അത്യുജ്വലമായ സേവുകളിലൂടെ കളം വാഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനിയും ഈ മത്സരം ഇതുപോലെ മുൻപോട്ട് പോയാൽ നമുക്ക് പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ ഈ നിർണായകമായ കലാശ പോരാട്ടത്തിന്റെ വിജയിയെ തിരഞ്ഞെടുക്കേണ്ടി വരും. ആവേശകരമായ കലാശ പോരാട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് മത്സരം കിടക്കുമ്പോൾ ഇരു ടീമുകളും 0-0 എന്ന നിലയിൽ തുല്യത പാലിക്കുന്നു. ഇതേ നിലയിൽ തുടർന്നാൽ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങും. ഇതാ അവസാന വിസിൽ മുഴങ്ങിയിരിക്കുന്നു. മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. കണ്ണും കാതും കൂർപ്പിച്ച് അക്ഷമരായി കാത്തു നിൽക്കുന്ന ജനങ്ങളെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. ഈ ടൂർണമെന്റിന് സമ്മാനം നൽകുന്നതിനായി മുൻ കേരള പ്ലെയർ ശ്രീ ഫ്രെഡറിക് പെരേരയെ ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം ഫീനിക്സ് FC യെ സമ്മാനം ഏറ്റുവന്നതിനായി ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മാസ്റ്റർ FC യെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അപ്പൊ കളി തോറ്റു അല്ലേ? ഷൂട്ടൗട്ടിൻ്റെ പടിവാതിൽ വരെ എത്തിയെങ്കിലും തോറ്റു മടങ്ങേണ്ടി വന്നു. ഇതാണ് എത്ര വലിയ കഥ? ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കഥയല്ലേ? ഇനിയാണ് ഒറിജിനൽ കഥ. കളിയാകുമ്പോൾ തോക്കും. നിങ്ങളിങ്ങനെ വിഷമിച്ചാലെങ്ങനെയാ? ഇത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ തുകയാ. ഇത് നിങ്ങൾക്കുള്ളതാ. ഇതെന്താണ് ഇങ്ങനെ? ബാക്കിയെല്ലാം ഇദ്ദേഹം പറയും. എൻ്റെ ഫ്രണ്ട്സാണ് അവരോട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഫാമിലിക്ക് വേണ്ടിയായി കളി കളിക്കുന്നതെന്ന്. പക്ഷേ അവരിങ്ങനെ ചെയ്ത് തന്നെ ഞെട്ടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവർക്കത് നല്ലതിനാന്ന് തോന്നിക്കാണും. നമ്മൾ തോറ്റുപോയെങ്കിലും 1ാം സ്ഥാനം നേടിയില്ലെങ്കിലും ഈ കളം വിടുന്നത് ജയിച്ചിട്ടാ. ഞെട്ടിച്ചു. കൊള്ളാം. തോറ്റവർ ജയിച്ചിട്ട് മടങ്ങുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. നമുക്ക് പോയാലോ? കുറേ സമയമായി, നമുക്ക് പോവാം. പോയേക്കാം. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒരു കഥയാക്കി സെറ്റാക്കാം. ഒരു കാര്യോടെ ഉണ്ട്. ഇത് ശരിക്ക് ഇവരുടെ ജീവിതം നടന്ന കഥ. അതെയോടാ? കൊള്ളാം. നിങ്ങളെ പോലെ ആകാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ.